ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ ഡേ കെയർ സംരംഭവുമായി മുണ്ടക്കായിൽ നിന്നൊരു കുടുംബം. വയനാട് കൽപ്പറ്റയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തുടങ്ങിയ ഡേ കെയറിന്റെ ഉദ്ഘാടനത്തിന് ജില്ലാ കളക്ടറും MLAയും എത്തി. അതിജീവനത്തിന്റെ ഉദാത്ത മാതൃക തീർത്ത ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയത് ഒരേ കുടുംബത്തിൽ നിന്നുള്ള 4 സ്ത്രീകളാണ്. സുഹൈറ, ഷുഹൈബ, ഷാഹിന, മുഅ്മിന എന്നീ 4 സ്ത്രീകളാണ് സംരംഭത്തിന് പിന്നിൽ. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്നതിനിടയിലാണ് കുടുംബത്തിനായി തങ്ങളാൽ കഴിയുന്നത് ചെയ്യണമെന്ന് 4 പേരും തീരുമാനിക്കുന്നത്. എന്തെങ്കിലും ഒരു സംരംഭം എന്നതിനപ്പുറത്തേക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ ഉതകുന്ന ഒന്ന് തന്നെ വേണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ വിദേശത്ത് നഴ്സായി ജോലി ചെയ്തിരുന്ന മുഅ്മിനയുടെ ആശയമാണ് ഡേ കെയർ സംരംഭം. മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് തന്നെയാണ്. ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞ് നമ്മൾ ഇനി എന്ത് എന്നുള്ള ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ട് കാര്യമില്ല. ഇന്നത്തെ സമൂഹത്തിൽ ഒരു ഷോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ട് അതിന് എത്രത്തോളം സക്സസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത് എന്താണോ ഈ സമൂഹത്തിൽ, അങ്ങനെ ഒരു സംരംഭം തന്നെ തുടങ്ങണം എന്നുള്ള നിർബന്ധത്തിലാണ് ഒരു ബേബി കെയർ സെന്റർ എന്നതിലേക്ക് നമ്മൾ എത്തിയത്. കുടുംബത്തെ ഉരുൾപൊട്ടൽ സാമ്പത്തികമായി തകർത്തിരുന്നു. എന്നാൽ ജീവിതം തിരിച്ചു പിടിക്കണമെന്ന നിശ്ചയദാർഢ്യമാണ് ഡേ കെയർ സംരംഭം തുടങ്ങാൻ കാരണം. സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായതിനാൽ സ്വർണവും മറ്റു സ്വത്തുക്കളും വിറ്റാണ് പണം കണ്ടെത്തിയത്. പേരിന് ഒരു സംരംഭം എന്നതിലുപരി എല്ലാവിധ സൗകര്യങ്ങളും അതിൽ വേണമെന്ന് വാശിയുണ്ടായിരുന്നു. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കിഡോസോൺ എന്ന പേരിൽ ഡേ കെയർ പൂർത്തിയായത്. ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത്. ഞങ്ങളെല്ലാവരും പ്രൊഫഷണൽസാണ്. 3 പേര് പ്രൊഫഷണൽസാണ്, ഒരാൾ മാത്രമേ ഉള്ളതിൽ ഇത്. അപ്പോൾ മുന്നോട്ട് പോകും. സംരംഭത്തിൽ പിന്തുണയുമായി ജില്ലാ കളക്ടർ DR മേഘശ്രീയും T സിദ്ദീഖ് MLAയും എത്തി. നല്ല പരിപാടിയാണ്. ഇറ്റ്സ് എ വെരി ഗുഡ്. വിമനായിട്ട് കുറച്ച് ആൾക്കാരും എന്നെ കാണാൻ വന്നിരുന്നു. നല്ല ഒരു എന്റർപ്രൈസ് ആണ് അവരിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും. സോ ദിസ് ഷോസ് അവർ റെസിലിയൻസ്. നമ്മുടെ ബെയിലി സംരംഭമാണെങ്കിലും മറ്റുള്ള ഈ ഹണിയുടെ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ പുതിയതായിട്ട് എന്റർപ്രൈസസ് ഒക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഷോസ് ഹൗ സ്ട്രോങ് ദ കമ്മ്യൂണിറ്റി ഈസ് സ്റ്റാൻഡിങ് ടുഗദർ. സോ ബെസ്റ്റ് വിഷസ് ടു ദം. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നോക്കാൻ കൽപ്പറ്റ ടൗണിൽ പ്രത്യേക കേന്ദ്രമില്ലെന്നതും ഡേ കെയർ സംരംഭത്തിന് പ്രചോദനമായി. ബ്രസ്റ്റ് മിൽക്ക്, കളിസ്ഥലം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജൂണിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നമ്മളൊരു സംരംഭം തുടങ്ങിയില്ല, എന്തായാലും നമ്മൾ മുന്നോട്ട് പോകും, തിരിച്ചു പിടിക്കും നമ്മൾ ഓരോ. ക്യാമറ പേഴ്സൺ റിൻറ്റുവിനൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.